ഒടുവിൽ അതും സംഭവിച്ചു. പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങൾ. 3 പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് പി.വി. അൻവർ എം.എൽ.എ ആരോപണം ഉന്നയിച്ചത്. 3 പേർക്കെതിരെയും നടപടികൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ നടപടി ഉണ്ടായത് സുജിദാസ് IPSനെതിരെയായിരുന്നു. അദ്ദേഹം പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു. അതിനു മുമ്പ് മലപ്പുറം ഡിസ്ട്രിക്ട് പോലീസ് ചീഫായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ശശിധരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. 2ാമത്തെ വിക്കറ്റ്. 3ാമത്തെ വിക്കറ്റിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച MR അജിത് കുമാറിനെതിരെ ഇതാ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എല്ലാം വിജിലൻസിനെ വിട്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ. DGPയുടെ ശുപാർശ അനുസരിച്ചാണ് സംസ്ഥാന സർക്കാരിൻ്റെ നടപടി. കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തു വന്നത്. 19/9/2024 ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 19, 2024 ഉത്തരവ് പുറത്തു വന്നു. എവിടെ നിന്നാണ് അന്വേഷണം തുടങ്ങേണ്ടത്? എന്തൊക്കെ വിഷയങ്ങളാണ് അന്വേഷിക്കേണ്ടത്? എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് എന്ന കാര്യം ഈ റിപ്പോർട്ടിനകത്ത് വ്യക്തമായും പറയുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പി.വി. അൻവറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അന്വേഷിക്കേണ്ടത്, പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആണ്. അതുകൊണ്ട് 5 വിഷയങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാണ് 1ാമത്തെയും 2ാമത്തെയും പാരഗ്രാഫിൽ പറയുന്നത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. DGP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത് സെപ്റ്റംബർ 9 അതാണ് 19 ഉത്തരവായി പുറത്തു വരുന്നത്. ഏറ്റവും വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നർത്ഥം. അധികം കാലതാമസമില്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നർത്ഥം. ഏതൊക്കെ വിഷയങ്ങളാണ് അന്വേഷിക്കേണ്ടത്? DGP ശുപാർശ ചെയ്തിട്ടുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് 5 ആവശ്യങ്ങളാണ്. 5 ആരോപണങ്ങളാണ് MR അജിത് കുമാറിനെതിരെയും സുജിദാസ് IPSനെതിരെയും ഉയർന്നു വന്നിരിക്കുന്നത്. ആ 5 ആരോപണങ്ങളും അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് DGP. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് 5 ആരോപണങ്ങൾ? 1ാമത്തെ ആരോപണം, അലിഗേഷൻ ഓഫ് കട്ടിംഗ്, റിമൂവിംഗ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് വാല്യുബിൾ ട്രീസ് ഫ്രം ദ ക്യാമ്പ് ഓഫ് DPC മലപ്പുറം എന്നാണ് 1ാമത്തെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലാ പോലീസ് ഓഫീസിന്റെ മുന്നിൽ പി.വി. അൻവർ സമരം നടത്തിയത്, ഏകദിന സത്യാഗ്രഹം നടത്തിയത്. മുറിച്ചു മാറ്റിയ മരങ്ങൾ എങ്ങോട്ട് പോയി? ആ മരങ്ങൾ എന്തിനു മുറിച്ചു? ആ മരങ്ങളെല്ലാം കൊണ്ടുപോയത് സുജിദാസിന്റെ വീട്ടിലേക്കാണ് എന്നും സുജിദാസിന്റെ വീട്ടിൽ ഫർണിച്ചറായി അത് മാറിയിട്ടുണ്ട് എന്നുമാണ് പി.വി. അൻവറിന്റെ ആരോപണം. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. ഭരണകക്ഷി MLA ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന വാർത്ത, അതാണ് ആദ്യം പുറത്തു വന്നത്. അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് പി.വി. അൻവർ ആദ്യം ആവശ്യപ്പെട്ടത്. അതിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു, വിജിലൻസിന് വിട്ടിരിക്കുന്നു. 2ാമത്തെ വിഷയം, അലിഗേഷൻ ഓഫ് ആക്സെപ്റ്റിംഗ് ബ്രൈബ് ഇൻ കണക്ഷൻ വിത്ത് ദ കേസ് രജിസ്റ്റേർഡ് അഗേൻസ്റ്റ് ശ്രീ സാജൻ സ്കറിയ ബൈ ശ്രീ MR അജിത് കുമാർ IPS ADGP ലോ ആൻഡ് ഓർഡർ. ഇതാണ് ഈ കേസിന്റെ തുടക്കം, ഈ സംഭവങ്ങളുടെ തുടക്കം. പി.വി. അൻവർ MLA സാജൻ സ്കറിയക്കെതിരെ കേസ് കൊടുക്കുന്നു. സംസ്ഥാനത്ത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്താൻ ഉതകുന്ന രൂപത്തിൽ വാർത്തകൾ ചെയ്യുന്നു. സംസ്ഥാന പോലീസിന്റെ റെക്കോർഡുകൾ ചോർത്തി വാർത്ത നൽകുന്നു. സംസ്ഥാന പോലീസിന്റെ വയർലെസ് സന്ദേശം അതേപോലെ റെക്കോർഡ് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്നു. ഗുരുതരമായ കുറ്റമാണ് സാജൻ സ്കറിയ ചെയ്തത്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി.വി. അൻവർ ആദ്യം സാജൻ സ്കറിയക്കെതിരെ, മറുനാടൻ മലയാളിയുടെ ഉടമയായ സാജൻ സ്കറിയക്കെതിരെ പരാതി നൽകുന്നത്. അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് തീരുമാനിക്കുന്നു. പക്ഷേ കേസ് എവിടെയും എത്തിയില്ല. കുറച്ചു കാലം സാജൻ സ്കറിയക്ക് മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. എന്തുകൊണ്ട് ജാമ്യം ലഭിച്ചു എന്ന ചോദ്യമാണ് പി.വി. അൻവർ ചോദിച്ചത്. കേസ് ഫലപ്രദമായി നടത്തിയില്ല. അന്വേഷണം അട്ടിമറിച്ചു. അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് MR അജിത് കുമാറാണ് എന്നാണ് പി.വി. അൻവറിന്റെ ആരോപണം. ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപ MR അജിത് കുമാറിന് സാജൻ സ്കറിയ നൽകി എന്ന ആരോപണവും മുന്നോട്ട് വെച്ചു പി.വി. അൻവർ. അതിന് ആധാരമായി ഒരു ശബ്ദരേഖ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റേത് എന്ന് പറയുന്ന ശബ്ദരേഖ പുറത്തുവിട്ടു പി.വി. അൻവർ. അതിൽ പറയുന്നത് 2 കോടി രൂപ MR അജിത് കുമാർ ചോദിച്ചിരുന്നു, 1.5 കോടി സാജൻ സ്കറിയ കൊടുത്തിരുന്നു.
അതനുസരിച്ചാണ് കേസ് അട്ടിമറിച്ചത്, അതിന് പിറകിൽ MR അജിത്കുമാറാണ് എന്നാണ് ഈ ശബ്ദരേഖയിൽ പറഞ്ഞത്. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നാണ് PV അൻവർ ആവശ്യപ്പെട്ടത്. ആ അന്വേഷണവും കൂടി വരികയാണ്. എന്ന് വെച്ചാൽ ഷയൻസ്കറിയ വീണ്ടും അന്വേഷണ പരിധിയിൽ വരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഷയൻസ്കറിയയുടെ ഇടപാടുകൾ അന്വേഷണ പരിധിയിൽ വരുന്നു, മറുനാടൻ മലയാളിയുടെ ഇടപാടുകൾ അന്വേഷണ പരിധിയിൽ വരുന്നു എന്നർത്ഥം. അതുതന്നെയാണ് PV അൻവർ ആഗ്രഹിച്ചതും. അവിടെ നിന്നാണ് PV അൻവർ തുടങ്ങിയത്. അവിടേക്ക് തന്നെ കേസ് വീണ്ടും വരുന്നു എന്നർത്ഥം. മൂന്നാമത്തെ അലിഗേഷൻ ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് സീസ്ഡ് ഗോൾഡ് ബൈ ശ്രീ MR അജിത്കുമാർ IPS ആൻഡ് ശ്രീ സുജിത് ദാസ് IPS, ഫോർമർ DPC മലപ്പുറം ആൻഡ് ദ മെമ്പർ ഓഫ് ഡാൻസ് ഓഫ് ടീം മലപ്പുറം എന്നാണ്. ഇതാണ് മൂന്നാമത്തെ ആരോപണം, അന്വേഷണ വിഷയം. സ്വർണ്ണ കള്ളക്കടത്ത് സംഘം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്വർണം, ആ സ്വർണം പോലീസ് പിടിച്ചെടുക്കുന്നു. എന്നാൽ പിടിച്ചെടുത്ത സ്വർണം മുഴുവൻ കോടതിയിൽ എത്തുന്നില്ല എന്നാണ് PV അൻവറിന്റെ ആരോപണം. അതിൽ വലിയൊരു ഭാഗം അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ വിഹിതം ലഭിക്കുന്നത് സുജിത് ദാസിനും അതോടൊപ്പം തന്നെ MR അജിത്കുമാറിനുമാണ്. സുജിത് ദാസിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും പൂർണ്ണ സംരക്ഷണം നൽകുന്നത് ADGP MR അജിത്കുമാറാണ്. ഇതാണ് PV അൻവറിന്റെ ആരോപണം. അത് സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്താൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ അന്വേഷണ വിഷയം. നാലാമത്തെ അന്വേഷണ വിഷയം അലിഗേഷൻ ഓഫ് കൺസ്ട്രക്ടിംഗ് ഓഫ് പലേഷ്യൽ ഹൗസ് അറ്റ് കോസ്റ്റ് ഓഫ് ക്രോഡ്സ് ഓഫ് റുപ്പീസ് ബൈ ശ്രീ MR അജിത്കുമാർ IPS. ഈ ആരോപണവും PV അൻവർ ഉന്നയിച്ചതാണ്. തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം സ്ഥലം വാങ്ങി വലിയ വീട് നിർമ്മിക്കുന്നു MR അജിത്കുമാർ. എവിടെ നിന്ന് സ്ഥലം വാങ്ങാൻ ഇത്രയും തുക? കാരണം തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ സ്ഥലമാണ് കവടിയാർ. അവിടെ സ്ഥലം വാങ്ങാൻ എവിടെ നിന്ന് ഇത്രയും തുക MR അജിത്കുമാറിന് ലഭിച്ചു? അവിടെ കൊട്ടാര സദൃശ്യമായ ഒരു വീട് നിർമ്മിക്കാൻ ഇത്രയും തുക എവിടെ നിന്ന് ലഭിച്ചു MR അജിത്കുമാറിന്? എന്താണ് അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണമാണ്, അതും അന്വേഷണ വിഷയമാണ്. DGP ആവശ്യപ്പെട്ടത് ഇതും കൂടി അന്വേഷിക്കണമെന്നാണ്. മുഖ്യമന്ത്രി അതിന് അനുമതി നൽകി. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ Allegation of misappropriation of wealth by Sri MR Ajitkumar IPS and Sri Sujit Das IPS and dance staff team മലപ്പുറം എന്നാണ്. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നത്? ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരോപണങ്ങൾ, അതിൻ്റെ പിറകിലെ കളികൾ, ഗൂഢാലോചന, അനധികൃത സ്വത്ത് സമ്പാദനം, ഇവയെ സംബന്ധിച്ചെല്ലാം വിശദമായ പരിശോധന അന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 5 കാര്യങ്ങളാണ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ പ്രധാനപ്പെട്ട 2 വിഷയമാണ്. PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അത് അതേപോലെ തന്നെ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ 2 വശമുണ്ട്. ഒന്ന് ക്രിമിനൽ സ്വഭാവമുള്ള കേസുണ്ട്, മറ്റൊന്ന് വിജിലൻസ് അന്വേഷിക്കേണ്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങൾ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ചാൽ അത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകും. തെറ്റ് ചെയ്തിട്ടുണ്ട് MR അജിത്കുമാറെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നതും അക്കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അത് ഷാജസ്കറിയക്കെതിരെയുള്ള അന്വേഷണമാണ്, മറുനാടൻ മലയാളിക്കെതിരെയുള്ള അന്വേഷണമാണ്. PV അൻവർ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഷാജസ്കറിയക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടാണ്. ആ കേസ് അട്ടിമറിക്കപ്പെട്ടതോടുകൂടിയാണ് PV അൻവർ അന്വേഷണം ആരംഭിക്കുന്നത്. എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് അട്ടിമറിച്ചത് കേസ് എന്ന്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് MR അജിത്കുമാറിന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞത്. MR അജിത്കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് എന്ന തെളിവുകൾ PV അൻവറിന് ലഭിച്ചത്. ആ വിവരങ്ങൾ അദ്ദേഹം പോലീസിന് കൈമാറി, മുഖ്യമന്ത്രിക്ക് കൈമാറി, അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിക്ക്, CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും കൈമാറി. അങ്ങനെ കേരളത്തിൽ സജീവ ചർച്ചയായി മാറിയ വിഷയമാണ് ഇത്. അതുകൊണ്ട് എന്തൊക്കെയാണ് PV അൻവർ ഉന്നയിച്ചത്
അതൊക്കെ ഇപ്പോൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. ഒരു മാസം കൂടി ഇനിയിപ്പോൾ 10-15 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതോടുകൂടി ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാകും. പ്രാഥമികമായ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ചു. 5 വിഷയങ്ങൾ തീരുമാനിച്ചു. ആ 5 വിഷയങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിന് ഒടുവിൽ മാത്രമാണ് ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ആ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളവും അതോടൊപ്പം PV അൻവർ MLA യും.